ഇതാണ് ആ പള്ളിയുടെ സ്റ്റാർട്ടിങ് കവാടം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യം എടുത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഈ പള്ളിയുടെ ചുറ്റും നടക്കാൻ എത്ര സമയം എടുക്കുമെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ടൈമർ ഓൺ ചെയ്യാൻ പോവാണ്. വാച്ചിൽ ടൈമർ ഓൺ ചെയ്തു. ഇനി നമ്മൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹൈവേ ഉള്ള കാരണം നല്ല വേഗത്തിൽ നടക്കുമായിരിക്കും ചിലപ്പോൾ. കാരണം ഹൈവേ ഭയങ്കര ഫാസ്റ്റാണ്. എലിവേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ കൺട്രോളിലാണ്. അപ്പോൾ അതെ നടക്കുവാണ് ചുറ്റും. കുറേ പേര് നടക്കുന്നുണ്ട് കേട്ടോ. ചുറ്റും നടക്കാണ്. എത്ര സമയം എടുക്കുമെന്ന് ഒരു ഗസ് ഉണ്ടായിരിക്കെങ്കിലും എനിക്ക് തോന്നണ ലെസ് ദാൻ 5 minutes. ഇവിടെ ഗൈഡഡ് ടൂറൊക്കെ ഉണ്ട്. 2 minutes. ഞാൻ പറയുന്നത് 2 minutes ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ എത്ര മിനിറ്റ് എടുക്കുന്നു, ഒരു റഫ് ഐഡിയ. എൻഡ് ഓഫ് ദ വീഡിയോ ഞങ്ങൾ പറയാം എത്ര മിനിറ്റ് എടുക്കുന്നു. ഇടയ്ക്ക് ആൾക്കാരൊക്കെ നടക്കണ കാരണം ഹേർഡിൽസ് ഉണ്ടാവാം. എന്നാലും ഞങ്ങൾ ഓൾറെഡി ഒരു നല്ലൊരു പേസിലാണ് നടക്കുന്നത്. ഹൈവേ ഏതാണ്ട് ഇതൊരു കോമ്പറ്റീഷനായിട്ട് എടുത്തിരിക്കുക, എന്നെ വലിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് 2 minutesനേക്കാളും കുറവിൽ ഈ പള്ളി കവർ ചെയ്യണം എന്നുള്ളൊരു വിചാരമാണെന്ന് തോന്നുന്നുണ്ട് അവൾക്ക്. നടന്നു തന്നെ. ഈ നാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാട്ടോ, നമുക്കറിയാത്തവർ പോലും നമ്മളെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ ഒരു ഹായ് പറയും, ഒരു ചിരി, അതന്നെ നമ്മുടെ ഡേനെ മാറ്റിമറിക്കും. അത് വലിയൊരു കാര്യമാട്ടോ. നമ്മൾ നടക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒത്തിരി പേരെ പരിചയപ്പെടും. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇനി ഒരിക്കലും കാണില്ലായിരിക്കും. പക്ഷേ ആ ഹായ് കൊണ്ട് ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് വലിയൊരു സന്തോഷം കിട്ടും. ഈ സ്ഥലത്തിൻ്റെ പ്രൊണൗൺസിയേഷനാണ് ഏറ്റവും രസം. ഞാൻ വിചാരിച്ചിരുന്ന സൗത്ത് വെൽ എന്നാണ്. പിന്നെയാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിനെ സദൽ എന്നാണ് പറയുക. എങ്ങനെ ഇത് അങ്ങനെയായെന്ന് എനിക്കറിയില്ല. പള്ളിയുടെ ഒരു ഫസ്റ്റ് ഹാഫ് സർക്കിൾ കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഒരു 180 ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് 180 ഡിഗ്രിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്കിപ്പോൾ എത്രയായി ടൈമെന്ന് നോക്കാം കേട്ടോ. എനിക്ക് തോന്നണേ 1 minute 52 seconds ഓൾറെഡി ആയി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ടൈമിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഐവി മാഞ്ഞു പരിശ്രമിച്ചിട്ടും 2 minutesൽ ഒരു പള്ളി കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ പള്ളിയുടെ വലിപ്പം തന്നെ എത്രയുണ്ടെന്ന് അറിയുമല്ലോ. നല്ല കാറ്റുള്ളൊരു ദിവസമാട്ടോ നമ്മൾ ചൂസ് ചെയ്ത്. തണുപ്പും ഉണ്ട്, എന്നാൽ സണ്ണിയുമാണ്. അങ്ങനെ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മിക്കവാറും ക്ലിയർ ആവില്ല വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം കാറ്റ് എൻ്റെ വോയിസിനെ ബ്രേക്ക് ചെയ്യാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഒരു പള്ളി പണിതിട്ട് അത് ഇന്നും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സർപ്രൈസിങ് തിങ് ആട്ടാ. അതും എൻട്രി ഫീ ഒന്നും ഇല്ലാതെ. പള്ളിയുടെ 180 ഡിഗ്രി കഴിഞ്ഞ് അടുത്ത ക്വാർട്ടറും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ക്വാർട്ടറും കൂടിയാണ് ലെഫ്റ്റ് ഉള്ളൂ. ടൈം എത്രയാണെന്ന് നോക്കാം നമുക്ക്. ടൈം നോക്കാമെന്ന് പറഞ്ഞ് വീഡിയോഗ്രാഫർ ക്യാമറ വാച്ചിലേക്ക് പോയിൻ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പം എത്ര ടൈമായെന്ന് എനിക്കറിയില്ല. ഇതൊന്നും അറിയാതെ ഒരാൾ ആഞ്ഞു വലിച്ചു പോകുന്നുണ്ട്. അവൾക്ക് ഇതിലെന്തോ താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പുള്ളിങ് കേട്ടോ. And time is 3 minutes 35 seconds. അപ്പോൾ ഞാൻ പറഞ്ഞ 2 minutesൽ നിന്നും 1 minute and 35 seconds അധികം എടുത്തു.